ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5 ആയിരിക്കുകയാണ് കേട്ടോ. 5ാമത്തെ ദിവസമാണ് നമ്മുടെ സീരീസിൻ്റെ. കർക്കിടകം 4 അപ്പോൾ ഇതേ പതിവ് പോലെ രാവിലെ ഇന്ന് ഇച്ചിരിക്കോളം ഞാൻ ലേറ്റാണ് എണീക്കാൻ. എണീറ്റായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇച്ചിരി അധികം ലേറ്റായിരുന്നു. ഒരു 6:15 കേട്ടോ വിളക്ക് കാട്ടിയത്. അപ്പോൾ വിളക്ക് കാട്ടി ഞാൻ നമ്മുടെ പനിക്കൂർക്കുണ്ടല്ലോ, 2 ദിവസമായി വിചാരിക്കുന്നു. നമ്മളിന്നും മറ്റേ പതിമുഖൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് പാറുവിന് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് വിചാരിക്കുന്നു പനിക്കൂർക്കയുടെ വെള്ളം തിളപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കുറേ പനിക്കൂർക്കുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കൊരു സമയത്ത് അത് പറിച്ച് നടേണ്ടി വന്നപ്പോൾ അതെന്തായി, നശിച്ചുപോയി. പിന്നെ അത് പിടിച്ചില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണങ്ങാണ്ടുണ്ട്. അപ്പം അതുകൊണ്ടേ 2-3 ഇല പറിച്ചിട്ടുണ്ട്. നമുക്ക് കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, പാറുവിന് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഇച്ചിരി ഇന്ന് ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ അടുക്കളയ്ക്ക് വേഗം കയറണം. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ എനിക്കിങ്ങനെ വന്നിരുന്നപ്പോൾ നല്ല സുഖം തോന്നി. നല്ലൊരു വൈബാണല്ലോ. എനിക്ക് പിന്നെ എന്തോ ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി ഞാൻ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇച്ചിരിക്കോളം ഉറക്കക്ഷീണം എൻ്റെ കണ്ണുകളിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഡ്രിങ്ക് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഡ്രിങ്ക് എടുത്ത് കുടിക്കട്ടെ. കാരണം അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വളരെ ലേറ്റായിപ്പോൾ. പിന്നെ ഇന്ന് നമ്മൾ പാറൂസ് ഇന്നലെ എന്നോട് ചമ്മന്തി ചോദിച്ചായിരുന്നു. ചമ്മന്തി മീൻസ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 ദിവസം അടുപ്പിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിത് ഭയങ്കര ഫേവറേറ്റാണ്, എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ തരുമോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ആ കുട്ടി ചോറിന് ഇത് തരുമെന്ന് ചോദിക്കണേ. അപ്പോൾ പിന്നെ ചോറ് കഴിച്ച് കിട്ടിയ അത്ര നല്ലതാണല്ലോ. അപ്പോൾ അവൾക്ക് ചെമ്മീൻ ചമ്മന്തി അല്ല, അവിടെ നോൺ അലൗഡ് അല്ല സ്കൂളിൽ. അവൾക്ക് ചമ്മന്തി, നാളികേര ചമ്മന്തിയും വേറെ എന്തെങ്കിലും പരിപ്പുരത്തോ അതിഷ്ടമാണ്. അതൊന്നും കഴിക്കത്തൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ. അല്ലെങ്കിൽ പപ്പടം വറുത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അവൾക്കൊന്ന് ചോറ് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്ക് പൊട്ടാറ്റോ ഫ്രൈ എങ്ങാനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് കയറട്ടോ. പനിക്കൂർക്കയിലാണെങ്കിൽ അതിൻ്റെ ഇലയിലൊക്കെ നിറച്ച് മണ്ണായിരുന്നു കേട്ടോ. അതിങ്ങനെ മഴയൊക്കെ തെറിച്ചിട്ടേ, മഴവെള്ളം തെറിച്ചിട്ട് മണ്ണൊക്കെ ആയിരുന്നു നിറച്ച്. അപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടുപോകേണ്ട ഇടയിലാണ് പെട്ടെന്ന് ഞാൻ ബാക്കിലേക്ക് ശ്രദ്ധിച്ചത്. എപ്പോഴും അച്ഛൻ പറയുന്നൊരു പരാതിയാണ്, പച്ചമുളക് ഫുള്ളിങ്ങനെ പഴുത്ത് നിൽക്കും, ആരും വന്ന് പൊട്ടിക്കാനില്ല, നിങ്ങൾ ചെന്നിടയ്ക്ക് പൊട്ടിക്കണം എന്നൊക്കെ അച്ഛൻ പറയാറുണ്ട്. അച്ഛനും അമ്മയ്ക്കാണ് പൊട്ടിക്കാറുള്ളത്. അപ്പോൾ ആ നേരത്തെ എന്ത് ചെയ്തു, എന്തായാലും പുറത്തിറങ്ങിയിരിക്കുകയല്ലേ, പഴുത്തിരിക്കുന്ന പച്ചമുളകുകളൊക്കെ പൊട്ടിക്കാന്ന് വെച്ചു. ഒരുപാട് പച്ചമുളക് ഉണ്ട് കേട്ടോ വീട്ടിൽ. അത് പൊട്ടിച്ചതേന്ന് പാറൂസിന് ലഞ്ചിന് ചോറാട്ടോ കൊടുത്ത് വിടുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട് കഴിക്കുമോ എന്നുള്ളത്. ഒരു പരീക്ഷണമാണ്. അതായത് അവൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഈ തലേ ദിവസം ചോറും ചമ്മന്തിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറിടാണ്. കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. അത് അവൾക്ക് കുക്കറിലാണ് വെച്ച് കൊടുക്കാറുള്ളത്. മിക്കതും ചോറുള്ള ദിവസങ്ങൾ രാവിലെ അവൾക്ക് കഞ്ഞിയായിരിക്കും കൊടുക്കുക. കഞ്ഞി പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇച്ചിരി അരി ഇട്ടിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ വെള്ളം കുടിക്കുന്നത്. ഞാനിങ്ങനെ അരിച്ചരിച്ച് കുടിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിൻ്റെ ഈ സീഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ബിളുബിളു ആണെങ്കിലും എനിക്കിഷ്ടമാണ് അത് കഴിക്കാൻ. ആദ്യമൊക്കെ വെറും വെള്ളത്തിലാണ് അങ്ങനെ കുടിച്ചിരുന്നത്. ഇപ്പം നാരങ്ങയും ഇച്ചിരി തേനൊക്കെ ഒഴിക്കുമ്പോൾ പിന്നെയും ഇച്ചിരി കൂടെ ബെറ്ററാണ്. അപ്പോൾ അതേ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. തലേ ദിവസം നിങ്ങൾ കണ്ടല്ലോ, എല്ലാം കഴിഞ്ഞ് 9:30 ആയ നേരത്താണ് ഞാനിത് കുടിച്ചത്. പക്ഷേ ആക്ച്വലി നമ്മൾ രാവിലെ എണീറ്റപ്പം തന്നെ വെറും വെയിറ്റ് കുടിക്കണം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ വെയിറ്റ് കുറഞ്ഞിരുന്നു എന്ന്. ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 1 മന്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമ്മൾ റിസൾട്ട് പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഫുഡൊന്നും അങ്ങനെ വലിയ കൺട്രോളൊന്നും ആയിട്ടില്ല. ഇത് ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് കുടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഉള്ളൊരു സംഭവം. അമ്മ മുതിര ചേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ചേട്ടനെ അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഒരു താളുണ്ട് കേട്ടോ ഈ ചേട്ടനേന്. അപ്പോൾ ഞാൻ നാളികേരം പൊളിക്കുകയാണ്. ഈ നാളികേരാണെങ്കിൽ എത്ര വെട്ടിയിട്ട് ഉടയുന്നില്ല. അപ്പുറത്ത് നമ്മ എൻ്റെ പൊന്നഞ്ചു നീ അത് കൊപ്രയാക്കല്ലേ, ഞാനത് വെട്ടിത്തരാന്ന് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ കൊപ്ര ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ. അമ്മയും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പൊളിച്ച് തന്നത്. ചൂടുവെള്ളം ഞാൻ പനിക്കൂർക്ക കൊണ്ടുവരുമ്പോഴത്തേനും അമ്മ 13 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
ചോറിൻ്റെ വിസിൽ വന്നു, ഏകദേശം ആയിട്ടുണ്ടാവും. ആ നേരം കൊണ്ട് ഞാൻ പുട്ടിന് നനയ്ക്കാമെന്ന് വെച്ചു. രാവിലെ പുട്ട് ചൂടാമെന്ന് വിചാരിച്ചു. പാറിന് ഇഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ണികളൊക്കെ രാവിലെ എണീക്കുമ്പോഴത്തേനും അവർക്ക് വേഗം കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് നനച്ച് വെച്ചിട്ടുണ്ട്. മേലേക്ക് ഞാൻ ചെന്നു പാറിനെ വിളിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം, ഉറക്കമത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് നേരം കെടുക്കാം അങ്ങനെ വിചാരിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ ഒട്ടും വിചാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ കെടുക്കാണ്. പാറൂസിനെ എണീപ്പിക്കാൻ വേണ്ടി മേലേക്ക് കയറിയാണ്. കാശിക്കുട്ടൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞരങ്ങണുണ്ട് കേട്ടോ. കാശി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പോയി കഥ. എൻ്റെ ഒരു 20 മിനിറ്റെങ്കിലും അവൻ കളയും. അപ്പോൾ പാറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇന്ന് കിടക്കയിൽ ശൂശുള്ളിയിട്ടുണ്ട് കേട്ടോ. നല്ല തണവുള്ള ദിവസങ്ങളിൽ പാറ അങ്ങനെ ശൂശുള്ളാറുണ്ട്. അപ്പോൾ എണീപ്പിച്ച് അവിടെ നിന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ഞാൻ സോഫയെ കൊണ്ട് കെടുത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും അമ്മ മുതിര കുക്കറിലിടാണ്. പുട്ടും മുതിരയാണ് കേട്ടോ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ പുട്ടും മുതിരയും. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള നാളികേരവും ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരവും ചെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാളികേര ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിയാണ് പാറിന് ഇഷ്ടം. പക്ഷേ ചെമ്മീൻ കൊടുത്തയക്കാൻ പറ്റാത്തതുകൊണ്ട് നാളികേര ചമ്മന്തിയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്, സാദാ ചമ്മന്തി. അപ്പോൾ കാശിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ നല്ല കരച്ചിലാണ് എനിക്ക് വന്നത്. പക്ഷെ ആളെ കണ്ണുറന്ന് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു നമ്മുടെ മോൻ അവിടെ കിടന്നു, അമ്മ നേരെ അടുക്കളയിലുണ്ട്. അപ്പോൾ അത് നോക്കി കിടക്കണം, എന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിപ്പോക്കോളും. അപ്പോൾ നമ്മുടെ മുതിര അടുപ്പത്ത്, മുതിര ചോറ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കട്ടെ കുറച്ചും കൂടെ വെവാൻ. ഇനിയിപ്പോൾ വേഗം ചമ്മന്തി പൊടിക്കട്ടെ. ഇപ്പോൾ പാർവതി നമ്പ്യാർ ഇപ്പോൾ എത്തും, അപ്പോൾ തന്നെ ചമ്മന്തി വേഗം പൊടിക്കട്ടെ. അടുത്തത് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അതൊരു 3 എടുത്തിട്ടുള്ളൂ. പാറുട്ടന് എരിവ് ഭയങ്കര പ്രശ്നമാണ്. എരിവില്ലെങ്കിൽ പോലും അവൾ നോർമൽ ചോറും കറിയും കഴിക്കുമ്പോൾ തന്നെ ഉഫ് പറയും. അപ്പോൾ ഇവിടെ ചമ്മന്തിക്ക് കുറച്ച് വെല്ലുള്ളി, പിന്നെ നമ്മുടെ ഉള്ളി, അത് കുഞ്ഞുള്ളി, ഇഞ്ചി, വേപ്പില, വറ്റൽമുളക്, കുറച്ച് പുളി ഒക്കെ എടുത്തിട്ട് മിക്സിയിൽ നമ്മളൊന്ന് ഇങ്ങനെ ഒതുക്കിയെടുക്കും. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ചമ്മന്തി. ഞാൻ വിചാരിച്ചത് പാറൂസിന് ഭയങ്കര ഇഷ്ടം, അവൾക്ക് പുളി ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പാറുട്ടൻ ഇനി വിളിക്കാൻ നോക്കട്ടെ. പാറു നോക്കിയിട്ട് വരുന്നുണ്ടേടാ. നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേനും വിളക്ക് കത്തിച്ചത് എടുക്കും കേട്ടോ. ഇവിടെ കാക്കകളൊക്കെ ഇങ്ങനെ കൊത്തി വലിക്കാൻ തുടങ്ങും. ഇങ്ങനെ എണ്ണിട്ട തിരി കാക്കകൾ കൊത്തി തിന്നുമല്ലോ. അപ്പോൾ ഞാനത് കാക്കകൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു, അത് കൊണ്ടെടുത്ത് വെച്ചു. ഇന്ന് ടിഫിന് പാറുവിന് കൊടുത്തയക്കുന്നത് പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലൊക്കെ ചെയ്യും. അതുപോലെ ഒന്നും ആവത്തൊന്നുമില്ല, എന്നാലും മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യും. ഇച്ചിരി സോസും കൂടെ ഒഴിച്ച് കൊടുക്കും. അവർ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും. അതിൽ ഇച്ചിരി ഉപ്പും അതേപോലെ തന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. കുരുമുളക് ഉണ്ടായിരുന്നില്ല, ഉള്ള കുരുമുളക് ഇട്ടു. കുരുമുളക് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കുരുമുളക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴായി പിന്നെ അതൊരു തണുത്ത മട്ടാവാറുണ്ട്. എണ്ണയിൽ ഒഴിച്ച് പപ്പടം വറക്കണ പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതൊരു നല്ല രീതിക്ക് കിട്ടും. പക്ഷെ അതിൽ കുറച്ചും കൂടെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇതിലും അങ്ങനെ കിട്ടും, എന്നാലും ഞാൻ വെറുതെ ഒന്നതൊരു പുഴുങ്ങി, അതൊരു ജസ്റ്റ് ഒരു വെവ് തട്ടുന്ന അത്രേ ഞാൻ നോക്കത്തുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല. ഉരുളക്കിഴങ്ങ് എപ്പോഴും കുട്ടികൾക്ക് നല്ലതാണ് അല്ലേ. അപ്പോൾ പപ്പടവും കൂടെ ഉച്ചയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞിട്ട് ചമ്മന്തിയും പപ്പടവും കൂടെ കൊടുത്തയക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കഴിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ചിലർ മറ്റേ ഉള്ളിയൊക്കെ വാട്ടി കുത്തുമുളകൊക്കെ ഇടുക ചെയ്യില്ലേ. ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ, കാരണം നമ്മുടെ പാറുട്ടന് അതൊന്നും ഇഷ്ടാവില്ല. അതുകൊണ്ട് സാധാരണ പപ്പടം സാധാ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചമ്മന്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അവൾ അവിടെ എനിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയിരിക്കുകയാണ്. വരുമ്പോഴത്തേനും ഞാൻ ദേ പുട്ടൊരെണ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ അത് ഉരുളക്കിഴങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അവൾ ബാത്റൂമിലുള്ള ടൈമിൽ ഞാൻ വിചാരിച്ചു ടിഫിനൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇച്ചിരിക്കോളം സോസും പൊട്ടാറ്റോ ഫ്രൈയും കൊടുത്തയച്ചു. ചോറിന് തേണ്ട ഇച്ചിരി ചോറ് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞിട്ട് അമ്മ ഇത്തിരി ചോറ് 2 കരി ചോറും പപ്പടും ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പാറുമണിയുടെ ഫേവറേറ്റ് എന്താണ്? ചമ്മന്തി. പാറൂസിന് ഏറ്റവും ഇഷ്ടം കഞ്ഞിയാണ് കേട്ടോ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും രാത്രി ആയാലും എന്നോട് എപ്പോഴും പറയും കഞ്ഞി മതി എന്ന് എപ്പോഴും പറയും. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പപ്പടം ഒരെണ്ണം മേലെ വെക്കണല്ലേ പാറു? ഫിനിഷ് ആക്കിയിട്ട് പാറു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ടായിരിക്കും. സർപ്രൈസ് എന്തൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിന്ന് കഴിഞ്ഞിട്ട് കാര്യം തരും. സ്കൂള് വിട്ടു വന്നിട്ട് അമ്മ ഷെയ്ക്ക് വേണ്ട അത് കഴിച്ചു നോക്കി. ഇഷ്ടായില്ലെങ്കിൽ തിന്നണ്ട, ഒരു പ്രാവശ്യം കഴിച്ചു കഴിച്ചു ഉള്ളതുപോലെ കാണിക്കണം കേട്ടോ, വെറുതെ എക്സ്പ്രഷൻ ഇടരുത്. സത്യം പറയണം. ഈ ഒരു വായ കഴിച്ചു നോക്ക് പാറു. അപ്പൊ ഐസ്ക്രീം കൊടുക്കണ്ടല്ലോ ഏട്ടാ? എന്താന്നറിയോ, ഇത്രയും വലുതാക്കിയിട്ടുണ്ടെ കഴിക്കാൻ പറ്റില്ല അല്ലേ പാറു? കുഞ്ഞമ്മ സുഖമായിട്ട് കഴിക്കാം, പെട്ടെന്ന് കഴിക്കാനും പറ്റും അല്ലേ പാറു? പപ്പടം വേണോ പറഞ്ഞേ? ഉച്ചക്ക് ചോറിന് ചമ്മന്തി കൂട്ടൂലേ ആള്? കൂട്ടും. ഇല്ലാന്ന് ഫിനിഷ് ആക്കിയിട്ടില്ലെങ്കിൽ മിണ്ടില്ലേ. വരുമ്പോ തന്നെ ടിഫിൻ ബോക്സ് ഇട്ടാ പാറു നോക്കാം. ടിഫിൻ ബോക്സ് കാലില്ലെങ്കിൽ ഐസ്ക്രീം കേട്ടല്ലോ. ലഞ്ച് ബോക്സ് ചോറ് ഫുള്ള് കംപ്ലീറ്റ്. ഞാൻ വരുമ്പോ തന്നെ നോക്കും ചോറ് കംപ്ലീറ്റ് ആണോ. ചോറ് കംപ്ലീറ്റ് അല്ല, ചമ്മന്തിയും പപ്പടവും കൂട്ടിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഷടക്കോന്ന് പറഞ്ഞിട്ട് ടിഫിനും ലഞ്ചും പാക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ വീഡിയോയും കൂടി എടുക്കുന്ന ദിവസങ്ങൾ എങ്ങനെയായാലും ഭയങ്കര ഓട്ടിപ്പിടുത്തായിരിക്കും. പിന്നെ പാറുൻ്റെ സ്കൂളിൽ നിന്ന് ഗുരുപൂജയാണ്. അപ്പോൾ അതായത് ടീച്ചേഴ്സിന് അവരിങ്ങനെ എന്താ പറയുക, നല്ലൊരു രീതിയിൽ ഇങ്ങനെ ഒരു പൂജിക്കുന്ന പോലെ. അപ്പോൾ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൂക്കൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചാച്ചൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂ പൊട്ടിച്ച് കൊടുത്ത് ദേ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ട്. നല്ല ഉഷാറാണ് കേട്ടോ. ആൾക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോവുക. പൂക്കളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ ഫ്രീ ആയി ഗൈസ്. അപ്പോൾ നമ്മുടെ പാറൂസ് സ്കൂളിൽ പോയിട്ട് അതേ പിള്ളേർ പടകൾ എത്തിയിട്ടില്ല താഴേക്ക്. കാശിക്കൂട്ടൻ എണീറ്റു. കാശിമോനെ ഹായ് പറഞ്ഞേ. ഹായ്. കാശിക്കുണ്ടല്ലോ ബിസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പം തുടങ്ങിയ വാശികൾക്ക് ബിസ്ക്കറ്റ് വേണമെന്നുണ്ട്. കാശിക്ക് ഒട്ടും നമ്മൾ ഈ ബിസ്ക്കറ്റ് കൊടുക്കാറില്ല. ഈ ബിസ്ക്കറ്റ് പിള്ളേർക്ക് ആരും കൊടുക്കാറില്ല. പിന്നെ പനിയായിരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുത്തത്, എയർറൂട്ട് ബിസ്ക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഇവനിത് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇവൻ്റെ മോശം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇത് ഒട്ടും കൊടുക്കാറില്ല അല്ലേ? അപ്പം ഇനി അടുത്ത പരിപാടീസിലേക്ക് നോക്കട്ടെ. ഇന്നലെ ഞാൻ ഭയങ്കര തെളിച്ചത്തോടു കൂടിയാണ് ഏറ്റത്. ഇന്ന് മിഞ്ഞാത്ത പോലെയാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു മന്ദപ്പാണ് എൻ്റെ കണ്ണിനൊക്കെ, ഒരു പുളിപ്പ്, കണ്ണിനൊരു പുളിപ്പ് എന്ന് പറയാം. അപ്പം ഇനി പോയിട്ട് കാശിക്ക് ഫുഡ് കൊടുക്കണം. പിള്ളേരെ വരുമ്പോൾ അവരെ കുളിപ്പിക്കണം, ഒരുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. പിന്നെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക പഴുത്ത കീത്തിനോട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക പഴുത്തിട്ടുണ്ടെങ്കിൽ ചക്ക മുറിക്കണം.
അങ്ങനത്തെ കുറച്ച് പരിപാടി. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ അമ്പലമുണ്ട്, അച്ഛൻ്റെ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന വെള്ളിയാഴ്ചകൾ എല്ലാ മാസവും ആദ്യത്തെ ആയില്യം നാളിലുള്ള വെള്ളിയാഴ്ച എങ്ങാണ്ട അങ്ങനെ എന്തോ ഒരു വെള്ളിയാഴ്ചകളിൽ ഇവിടെ 1-ാം തീയതി കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച അവിടെ പൂജയുണ്ടാവും, മാസപൂജയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിതീഷേട്ടനായാലും അച്ഛനൊക്കെ എപ്പോഴും പോകും, എല്ലാ മാസവും പോകും. അവിടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കാണ് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങോട്ട് പോകും, അച്ഛൻ എന്തായാലും പോകും, ഏട്ടൻ പോകുമെന്ന് അറിയില്ല. ഞാനപ്പോൾ ഇവനെന്തായാലും ഭക്ഷണം കൊടുക്കുക, പരിപാടിക്കൊക്കെ കിടക്കട്ടെ ഏട്ടാ. ഇനിയിപ്പോൾ കാശിക്കുട്ടന് ഭക്ഷണം കൊടുക്കാണ് കേട്ടോ. കാശിന് ഇങ്ങനെ എടുത്തൊന്നും കൊടുക്കണ്ട, പക്ഷെ അങ്ങനെ കൊടുത്താൽ വേഗം കഴിച്ചോളും. കാശിയുടെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കാക്കയ്ക്ക് കൊടുക്കുക. അത് അച്ചാച്ചൻ പഠിപ്പിച്ചതാണ്. അച്ഛൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കണ്ട് കാശിയും ഇങ്ങനെ ഇട്ട് കൊടുക്കും. കാശി വായയിൽ ഇടുന്നത് അങ്ങനത്തെ തുപ്പി കൊടുക്കും. അപ്പോൾ കാക്കകൾ പിന്നെ ഒരുപാട് കാക്കയുടെ നടുവിലൊക്കെ കാശി നിൽക്കും. അതുപോലെ കാശി എറാത്തിരിക്കുന്ന സമയത്ത് കാക്ക തൊട്ടടുത്തൊക്കെ വന്ന് നിൽക്കും. നമ്മൾ വന്നാൽ പറന്നു പോവും, പക്ഷേ കാശിയുടെ അടുത്ത് കാക്കകളുടെ രാജകുമാരൻ എന്നാണ് ഞങ്ങൾ കാശിയിൽ പറയുക. കാക്കകൾക്ക് ആർക്കും കാശിക്കുട്ടന് ഒരു പേടിയില്ല കേട്ടോ. അതായത് കാശി ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും കാക്കകളായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അല്ലൂസും ഐനൂസും മെയിൻറ്റ് വന്നു, അവർക്കും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സൈക്കിളിന് തല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ലവ് ലാപ്പിൽ നിന്നൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കാശിക്കുട്ടൻ അതിൻ്റെ ഉള്ളിൽ കളിയാണ്. അല്ലൂസും നമ്മളിപ്പോൾ എല്ലാ സൈക്കിളും പുറത്തിട്ടിരിക്കുകയാണ്. അതായത് സൈക്കിളിന് വേണ്ടി അടിപിടി ബഹളമാണ്. ഒരാളൊരു സൈക്കിൾ എടുത്താൽ ബാക്കി 2 പേർക്കും ആ സൈക്കിൾ മതി. അങ്ങനത്തെ ഓരോരോ തല. പിന്നെ കടിയായി ഉന്തായി കാശിക്കുട്ടൻ എല്ലാവരും മേത്ത് കയറിയിരിക്കും. അങ്ങനെ ഒരു ടെറർ പരിപാടികളാണ് 3 ആൾക്കും ഉള്ളത്. മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞണ്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ചേച്ചി ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കറികളും കാര്യങ്ങളും അടുക്കളയിലത്തെ ഫുൾ ഹാൻഡിൽ നമ്മളായിരിക്കും. അപ്പോൾ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് സെറ്റാക്കാൻ നിൽക്കണം. നമ്മുടെ തലേ ദിവസം ഉണ്ടായിരുന്ന മീൻകറി എങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ മുതിര കറി വെച്ചു, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചപ്പയർ സെറ്റാക്കണം, ഞണ്ട് ഇതാക്കണം. ഞണ്ട് കീത്തു സ്പെഷ്യലായിട്ട് കീത്തുൻ്റെ വക കറി വയ്ക്കാമെന്ന് കീത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവനുള്ള കുറേ ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഞണ്ടൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്തായാലും അതവിടെ വെച്ചിട്ട് പച്ചപ്പയർ അരിയാന്ന് വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ പച്ചപ്പയർ അരിയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് സുഖമുള്ളൊരു സംഭവമാണിത് പച്ചപ്പയർ അരിയാന്നുള്ളത്. എപ്പോഴും നമുക്കതിങ്ങനെ ഉണങ്ങി പോവാറ പതിവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പച്ചപ്പയർ ഉണ്ടായിരുന്നു. നിങ്ങൾ മിസ്റ്റർ ഡാഡിൽ കണ്ടിട്ടുണ്ടാവും. കുറേ പച്ചപ്പയർ ഇപ്രാവശ്യം വിളവെടുപ്പ് ഉണ്ടായിരുന്നു. വേഗം പുട്ടും മുതിരയും ഇന്നലത്തെ പനീർ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കാർട്ടൂൺ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ അപ്പൂവീനുണ്ട് ഒരു പുള്ളിക്കൂട, 7 നിറമുള്ള പുള്ളിക്കൂട, ആ പാട്ടുണ്ടല്ലോ, അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലൊരു വിഷ്വൽ പ്രസൻറ്റേഷനാണ് ആ ഒരു ഇതിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയ വന്നൊരു വെബ് സീരീസ് ഉണ്ടല്ലോ, എന്താ നരേന്ദ്രൻ്റെ ഹണിമൂണോ, അത് ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കീത്ത് ഭക്ഷണം കഴിക്കുന്നത്, അമ്മ കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്നത്, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കീത്തുൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടന്നു തുടയ്ക്കുന്നത്. ഞങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം തുടയ്ക്കും. അതായത് അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവർ നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ സോഫയിൽ കയറി നിന്നിട്ട് ശൂശുള്ളും. മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ലായി തുടങ്ങിയ സോഫയ്ക്ക്. ഒരു രക്ഷയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും ക്ലീൻ ആക്കിയിടാൻ നോക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഇവന്മാർ അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ല വെയിൽ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞു വീട്ടിൽ പഴയ്ക്ക് കെട്ടിയിട്ട് അതിൽ തുണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തുണിയുടെ സ്ഥലം വേണ്ടേ, മേലയിൽ ഫുള്ള് നിറയുമ്പോൾ കുഞ്ഞു വീട്ടിൽ കൊണ്ടിടും. വെയിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ പുറത്തിടും. അമ്മയുടെ ഒരു 3-4 സാരി അമ്മ വിരിച്ചിട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉള്ള സ്ഥലത്തൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് തുണികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഷീറ്റ് വിരിച്ചെടുത്ത് നല്ലോണം മണ്ണുണ്ട്. അപ്പോൾ ഉണങ്ങിയോടത്തൊക്കെ ഇത് അച്ഛനാണ് ചെയ്യാറ്, അച്ഛനും അമ്മയാണ്. ഇത് കൂടുതൽ അച്ഛനാണ് ഇവിടെ അടിച്ചിടാറുള്ളത് കേട്ടോ. ഇവിടേക്ക് നമ്മുടെ കണ്ണെത്താറില്ല. നല്ല രസമാണ് ഇത് മൊത്തം. എന്താ പറയുക, അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ എല്ലാവരും ചോദിച്ചു ഇത് വഴുക്കില്ലേന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ നമുക്ക് വഴുക്കലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ വഴുക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ണുകൾക്ക് കളിക്കാനും പിന്നെ മണ്ണൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പര നിറച്ച് മണ്ണായിരുന്നു. മഴ പെയ്യുമ്പോൾ ഫുള്ള് ശീതനും അതേപോലെ മണ്ണൊക്കെ തെറിച്ചിട്ട്. അപ്പം ഞാൻ അവിടെ അടിച്ചിട്ട് വേഗം തുടയ്ക്കണം, കാരണം നിറച്ച് ചെളിയായിട്ടുണ്ട്. അപ്പോൾ അത് തുടയ്ക്കാൻ നിൽക്കണം. പിന്നെ അപ്പോഴത്തേനും കാശിക്കുട്ടനൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കാശിക്കുട്ടൻ്റെ അടുത്ത് പോയിരിക്കുക കേട്ടോ. ആ നേരം കൊണ്ട് ചോറ് ഞാൻ ഊറ്റാൻ വെച്ചിട്ടുണ്ട്.
ഇത് പെട്ടെന്ന് വെവ്വണ ചോറാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സാധനം സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ വെച്ചു. പിള്ളേർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആപ്പിൾ കൊടുത്തു. ഇപ്പോഴായ പിന്നെ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പശുപാൽ കൊടുക്കും. ആ പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതളനാരങ്ങയോ ആപ്പിളോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കും. അവന്മാരിങ്ങനെ കൈ പിടിച്ച് മൂടുണ്ടെങ്കിൽ തിന്നും, അല്ലെങ്കിൽ അവർ കളയും. പഴമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോഫമ്മയൊക്കെ വെച്ച് അലമ്പി തേക്കും. അങ്ങനത്തെ ഓരോ പണികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫയുടെ കാര്യം നമുക്ക് ഒരു രക്ഷയില്ലാണ്ട് ഇപ്പം എല്ലാം കൊണ്ട് പുറത്തിട്ടിരിക്കുകയാണ്. പുറത്ത് വെയിൽ കണ്ടപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഒട്ടും സഹിക്കാൻ പറ്റില്ലെങ്കിൽ മേലത്തെ നിലയ്ക്ക് അങ്ങ് മാറ്റും കുറച്ച് നാൾക്ക്. അങ്ങനെ വിചാരിച്ചാൽ പിള്ളേർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ കയറിയിരുന്ന് പിന്നെ സ്നഗ്ഗി നമ്മൾ എപ്പോഴും ഇടിക്കും. എപ്പോഴെങ്കിലും നമുക്ക് സ്നഗ്ഗി മാറ്റിയൊരു സമയം വേണ്ടേ, ആ ടൈമിലാണ് ഇവർ ഈ പണിയൊപ്പിക്കുക. അപ്പോൾ അതേ ചേട്ടനും അനിയനും കൂടെ നല്ല രീതിയിൽ പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് നന്നാക്കാനായിട്ട്. പക്ഷെ പൊട്ട ഞണ്ടായിരുന്നു, കുഞ്ഞ് ഞണ്ടായിരുന്നു, കൊള്ളില്ലാത്ത ഞണ്ടായിരുന്നു, മാംസമൊന്നും ഉണ്ടായില്ല. കീത്തു സ്പെഷ്യലായിട്ട് കറി വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഞണ്ട് നന്നാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ എൻ്റെ സെറവും അതുപോലെ തന്നെ ഓയിലും തേച്ചിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മുടി കൊഴിച്ചിലായപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്കൊരു ഹെയർ സെറും സ്കാൽപ്പിൽ പറ്റാൻ ഒരു മരുന്നും തന്നിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് ഉണ്ട്. കുറേ കുഞ്ഞു മുടി വന്നു. പക്ഷേ എന്നും ചെയ്യണം, ഞാൻ എന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്യാറുള്ളൂ. കാരണം എന്നും ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല വിലയാണ്. 12,000 റുപ്യായിരുന്നു ശരിക്കും ഈ 2 സാധനത്തിനും കൂടിയിട്ട്. പക്ഷെ റിസൾട്ട് ഉണ്ട് സാധനം. മുടി കൊഴിച്ചിലൊക്കെ എനിക്ക് നന്നായിട്ട് നിന്നായിരുന്നു. അപ്പോൾ അതേ മുടി മുടഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വയസ്സെത്തിത്തുള്ള ലുക്കാണ്. പക്ഷെ എന്തിരുന്നാലും മുടി ആകെ കൊഴിഞ്ഞു പോയി, ഇല്ലാണ്ടായി. അപ്പോൾ അതേ മുടി മുടഞ്ഞിടാന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്ത് തോന്നിയാവോ തമ്പ്രാട്ടിക്ക് മുടി മുടഞ്ഞൊക്കെ ഇടാനായിട്ട്, അങ്ങനെ പറഞ്ഞിട്ടോ. പുറത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഇരിക്കുന്ന നേരത്താണ് നമ്മുടെ ചേട്ടൻ്റെ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാലോ എന്ന് വിചാരിച്ചു. അനുപല്ലവി ഇട്ടൊരു പാട്ട്. നിന്റെ ആളത്തിന് ഹൃദയം ഇല്ല ഞാൻ ചോദിച്ചോടിക്കുന്ന ജാടം നടക്കണ്ട. പാട് പാടടേ. കാറ്റിമായും വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം തൂവൽ കിളിയായി ആരു വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ വിഴിനീരിൻ ശ്രുതി നീക്കുന്നു തളരും തനുപോലെ ഇടരും മനമോടെ ഇടവാടുന്ന സംഗീതം വിരഹാതയായതിന്റെ മാറും വിരൽ നീക്കും മനസ്സിൻ മൺവീണയിൽ. സബാഷ് ഉഷാ. ഒരുപാട് നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് കഴിക്കുകയാണ്. ഞാൻ കാശിക്ക് ഫുഡ് കൊടുക്കണം, എന്നാലും എല്ലാവരുടെ ഒരു പ്രസൻസിൽ ടേബിളിൻ്റെ ചുറ്റും നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം നമുക്ക് പറ്റാറില്ല. ഒന്നിലും നമ്മൾ പിള്ളേർക്ക് തീറ്റ കൊടുക്കുമായിരിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അച്ഛനാണ് നമ്മളെ വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ അല്ലു എണീറ്റ് പല്ലുവിൻ്റെ അടുത്ത് പോയിട്ടോ. അല്ലുവിന് അതിനൊരു പ്രത്യേകത ഉണ്ട്, അവർക്ക് മുടി ഭയങ്കര വീക്ക്നെസ്സാണ്. അവർക്ക് എത്ര കരച്ചിലുണ്ടെങ്കിലും മുടിമേലാണ്
മുടിമലാണ് അവർ പിടിക്കുക. അവരുടെ ഒരു താക്കോൽ മുടിയാണ്. അപ്പം ഞാനിങ്ങനെ മുടഞ്ഞിട്ടപ്പോൾ എൻ്റെ മുടിമലാണ് കളി, ഫുള്ള് കളി എൻ്റെ മുടിമൽ ഇരുന്നിട്ടാണ് കേട്ടോ. പുറത്തതേ സോഫ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിൽ കാശിതി അവിടെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഖിലിന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അഗാരോൻ്റെ സോഫ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പൊടിയും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സൂസുള്ളിയിട്ടും പിന്നെ ഇവരെപ്പോഴും ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് തേക്കൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അഴുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. ഒരുപാടൊന്നും പോലും ഒരു 50% പോരും. എന്നിട്ട് ഇത് ഉണക്കാൻ വെക്കണം. അപ്പം അതിനും അപ്പം അടുത്ത് എൻ്റെ മുടി കണ്ടു കേട്ടോ. ഇവന്മാർക്ക് ശരിക്കും പ്രാന്താണ് മുടിക്ക്, അത് കടിക്കൊക്കെ ചെയ്യും ശരിക്കും. ഭയങ്കര ഇഷ്ടമാണ് മുടി. ഇവന്മാരുടെ ലഹലൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണെന്ന് മീമിക്കറിയുണ്ട്, ഞണ്ട് കറിയുണ്ട്, മുതിരപ്പുഴുക്കുണ്ട്, ചെമ്മീൻ ചമ്മന്തിയുണ്ട്, പച്ചപ്പയറുണ്ട്, ഇതേ പപ്പടം ഉണ്ട് കേട്ടോ. കുശാലാണെന്ന് ഇത് കുറേ വിഭവങ്ങളുണ്ട്. അപ്പം എനിക്ക് ഞണ്ട് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ചോറിക്കൂട്ടൊന്നും അതിൻ്റെ ഗ്രേവി ഒന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്രയും വൃത്തിയിട്ട് ചോക്കോബാർ കഴിച്ചിട്ടില്ല. അത് ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഫ്രീസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ വരുമ്പോ ഞാൻ നിർബന്ധിച്ചിട്ടടി മേടിച്ചത് കാറിന്ന് തിന്നാൻ വേണ്ടേ. അപ്പൊ എന്റെ വീഡിയോ നീ കാണാറില്ലേ? അതായത് വീഡിയോ ഇടാൻ നല്ല വൈകിയല്ലേ ഗൈസ്. അപ്പൊ ആറൂസ് വരേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചിക്കൻ സോസേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കേടാവുന്നില്ല കേട്ടോ, ഫ്രീസറിൽ വെച്ചാൽ മതി. എക്സ്പയറി ഡേറ്റ് വരുന്നത് 2025 ജൂണിലാണ്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ വെച്ച് പാറൂന് ഇത് എങ്ങനെയാണ് ഇഷ്ടമാവുന്നറിയില്ല. അപ്പം ഇന്നലെ എന്നോട് ഷോർട്സ് കണ്ടപ്പോഴും ആളിങ്ങനെ ഷോർട്സ് എപ്പോഴും കാണും. അപ്പോൾ ഓരോ സാധനങ്ങൾ അമ്മ ഇതെനിക്ക് മേടിച്ചു തരണട്ടാന്ന് പറയും. അങ്ങനെ ഈ സാധനം കണ്ടിട്ട് അമ്മ ഇത് കണ്ടത് രസമുണ്ട്, എനിക്കിത് മേടിച്ചു തരണട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അയ്യോ വീട്ടിലിരിക്കുന്ന സാധനമല്ലേ, അപ്പം നാളെ വരുമ്പോൾ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ടൈപ്പ് കണ്ടു. ഇപ്പം അവൾക്ക് ജസ്റ്റ് ചെറിയൊരു മസാല ഒക്കെ തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുത്ത് നോക്കാം. ഈ ഒരു സാധനം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നതും കൈകൊണ്ട് എടുക്കുന്നതും. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക്. അതായത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ കുറേ സായിപ്പന്മാരൊക്കെ ചെയ്തതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പാറൂസിനും കൊടുക്കാനുള്ളൊരു മോള് കഴിക്കുന്നൊരു എക്സൈറ്റ്മെൻറ്റ് അതൊക്കെയായിരുന്നു മനസ്സിലത്. ഇങ്ങനെയൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ അറപ്പായിട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേന് കാണുമ്പോൾ തന്നെ എനിക്കതൊരു അറപ്പായി. പാറുട്ടൻ അപ്പോഴത്തേനും എത്തിയായിരുന്നു. നേരെ പോയിട്ട് ഐസ്ക്രീം എടുത്തു. അവള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം പൊതുവെ വലിയൊരു ടേസ്റ്റ് ഇതില്ല. ഒരു അതിന്റെ ഇടയിൽ കൂടിയിട്ട് ഉപ്പ് അതിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്കറിയില്ലായിരുന്നു നമ്മൾ ഈ പണ്ടത്തെ റിച്ച് ആൾക്കാരൊന്നല്ലല്ലോ. ഞാൻ എവിടെ പ്രാവശ്യം തിന്നിട്ടുണ്ട്, അതെനിക്ക് ഞാനതന്നെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഉപ്പ് ചേർത്തൊരു വിധം എന്താന്ന്. ഞാൻ ഉപ്പൊന്നും ഇട്ടു, പക്ഷെ ഓൾറെഡി ഇതിൽ ഉപ്പുണ്ട്. ഒന്നാമത്തത് ഉപ്പ് ഞാൻ സാധാരണ കലക്കണ പോലെ അല്ല, അതും ഇട്ടിട്ട് വെറുതെ കുഴച്ചു വരും. പിന്നെ ഇത് ലുക്ക് ലൈക്ക് നിഖില് പറയുന്നു, നിഖിലും ചേട്ടൻ പറയുന്നു പണ്ട് ചുള്ളിപ്പറമ്പിൽ പോയപ്പോ ഇതുപോലത്തെ എന്തൊക്കെയോ ഐറ്റംസ് മസാലക്കറി ആയിട്ടില്ലേ, അതിന് അതേപോലെ BC പഠിക്കുമ്പോ ആരോ കൊണ്ടുവന്നിട്ടുണ്ട് അരിഞ്ഞിട്ട്. അതാണ് രസമുണ്ട്. മറ്റേ മസാലക്കറി വെക്കുന്നതിനും ഇതിട്ടിരിക്കും ഉരുളക്കിഴങ്ങും ഇതും നല്ല രസം. നല്ല അതന്നെ നല്ല ടേസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആരിനാണ് കൊണ്ടുവന്ന സാന്ദ്രയാണോ ഇത് ചേട്ടൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ പണ്ട് ദുബായിൽ വരുന്ന സമയത്ത് തന്നെയായിരുന്നു പണി. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര. അതുകൊണ്ട് പാറൂസിന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി എനിക്ക് നോൺ വെജ് ഏതായാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെ തിന്നാൻ പറ്റില്ല. പാറു കാണിച്ചില്ല. ഞാനിപ്പോൾ പാറുന്നൊരു ഐസ്ക്രീം കൊടുത്തോളൂ. ഐസ്ക്രീം കഴിച്ചു. ഇനി പാറു പുട്ടിരിക്കുന്നുണ്ട്. പുട്ട് കൊടുത്തിട്ട് വേഗം ഡാൻസ് ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കട്ടെ കേട്ടോ. പാർട്ടിന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പുട്ടാണ് കേട്ടോ കൊടുത്തത്. അവൾ വന്നപ്പോൾ തന്നെ ഐസ്ക്രീം ഒരെണ്ണം കഴിച്ചു. ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ടത് കൊണ്ട് അതേ പുട്ട് കൊടുക്കുകയാണ്. അത് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളാം അമ്മ. ഒരു കാര്യം ചെയ്യാമ്മ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വായ കഴിക്കാം, അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് വാരി തന്നു. അപ്പോൾ ആളെ സജഷൻ ഞാൻ അംഗീകരിച്ചു, അങ്ങനെ ചെയ്യാണ് ഗായ്സ്. അപ്പോൾ സമയം ഇപ്പോൾ അതേ 4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ അതേ പാറൂസിന് 5 മണിക്കാണ് ടീച്ചറെ വീട്ടിലെത്തേണ്ടത് അല്ലേ പാറു? ഇഷ്ടമാണോ അമ്മ മോനെ ഡാൻസ് കളിക്കാൻ?
കുഴപ്പമില്ല പോകാനായിട്ട്. എന്നോട് ഇവിടെ അച്ഛൻ പറയാൻ അഞ്ചു അവൾ രാവിലെ ഫുള്ള് പഠിക്കാൻ പോയിട്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോകണം. ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഹോംവർക്ക് പഠിക്കാൻ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാമായണ ക്യൂസ് ഉണ്ട് അവൾക്ക്, അത് പഠിക്കണം. കുട്ടിക്ക് ഹാങ് ആവില്ല. അച്ഛനെ ഭയങ്കര വിഷമാണത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അത് പാറുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യിക്കുന്നത്. അതായത് അവൾക്ക് ഇപ്പം ഹോംവർക്ക് ചെയ്യാനായാലും അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസ് ആയാലും അവളോട് പാറുന്ന ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണ്ടടാ, പോണ്ട, ഇന്ന് പോണ്ട, നമുക്ക് ഇവിടെ ഇരിക്കുക, റെസ്റ്റ് എടുക്കാം. പോണ്ട പൊന്നോ, ഡാൻസ് ടീച്ചർ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ, റെസ്റ്റ് എടുക്കുക. എന്താണ് അവസ്ഥ? അതായത് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ക്ലാസ്സിൽ പോകാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് ഹോംവർക്ക് ചെയ്യാനും, പിന്നെ അവൾക്ക് എഴുതാനാണ് മടി. വായിച്ച് പഠിക്കുന്ന സമയത്ത് ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, പറഞ്ഞ് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ കുട്ടികളെ ഏൽപ്പിക്കാനല്ലാണ്ട്. അച്ഛൻ പറയണത് പാവ, അവളിങ്ങനെ കളിച്ചടക്കണ്ട, അങ്ങനെയാണ് അച്ഛൻ പറയണത്. അത് നിങ്ങളാരും ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ന് ഡേ 5 ആയിരുന്നു. 5 ദിവസമായി നമ്മുടെ സീരീസ് തുടങ്ങിയിട്ട്. 5 ദിവസം വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല, നെഗറ്റീവ് കമൻസ്, അതേപോലെ തന്നെ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒരാളെങ്കിലും, പക്ഷേ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരാൾ പോലും എന്നോട് ഇനി വീഡിയോ ഇടരുതെന്ന് പറഞ്ഞില്ല. ഈ 7 days കണ്ടിന്യൂ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വളരെ 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 സന്തോഷം. അപ്പം നമ്മൾ ഡേ 6 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നാളെ സാറ്റർഡേ അല്ലേ ബാറു? ക്ലാസ് ഉണ്ട്. നാളെ ക്ലാസ് ഉണ്ട് വെനസ്ഡേത്തെ യൂണിഫോമിൽ. പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് വെനസ്ഡേത്തെ യൂണിഫോം അല്ലേ. ഓക്കെ, അപ്പം നാളെ കാണാന്ന് പറ.